ഒരു 3 ആയത്ത് പറഞ്ഞിട്ട് പിന്നെ ദ്വായം പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഇത് എത്ര മൂച്ചിട്ടാണെന്നുണ്ടെങ്കിലും എഴുതി കൊടുത്തിട്ട് മാറിയിട്ടില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ചോ ഇങ്ങനെ വിളിച്ചോ അങ്ങനത്തെ ഒരു സ്പീക്കർ. അപ്പൊ കൊടുത്തപ്പോ മാറാതപ്പോ അത് ഇതിന്റെ ഒരു അക്ഷരം തെറ്റിയിട്ടുണ്ടാവും. വാവ് എഴുതുമ്പോ ഫാ എഴുതുമ്പോ സ്വാൻ എഴുതുമ്പോ ഫാ എഴുതുമ്പോ ളാ എഴുതുമ്പോ അത് കണ്ണടയാൻ പാടില്ല. കണ്ണടയുന്ന ഒരു അക്ഷരേ തത്സമാത്ര തത്സമാരുടെ പറയുന്നത് എവിടത്തെ മീമൻ മീം അവിടെ എവിടത്തെ മീമൻ മീമുൻ തമീസ് കണ്ണടച്ച് മീം അപ്പൊ തത്സമാത്തിൽ ഇത് പറഞ്ഞുകൊണ്ടാണ് എന്ന് പറയുന്നത്. അപ്പൊ ഒരുപാട് ആയത്തുകൾ യഥാർത്ഥ നേരത്തെ കുട്ടി ഇവരൊക്കെ പേരക്കുട്ടി തീർന്നപ്പോ എനിക്കൊരു സംഭവം ഓർമ്മ നിങ്ങളെ വലിപ്പ സക്രാം തന്നെയാണ് ചരിത്രം ഇങ്ങനെ ഓർമ്മ എന്നൊക്കെ പറയുന്ന സംഭവമാണ്. ബുഹാറിയിലെ വലിയ തങ്ങൾ ആണിൽ പോയ തങ്ങൾ വേറെ വലിയ ജാതത്തിൽ നിൽക്കുന്ന ആൾ മുപ്പര മോനും പേരാണ് ഇത് ആക്കി ഇതേപോലെ കുട്ടികളെ ചാടി കൊണ്ട് ഒരു വസ്തു പഠിച്ചിട്ടില്ല. അവസാനം അവിടെ തങ്ങളുടെ പാപ്പ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റി ആദ്യ സന്നദ്ധിയെ പള്ളി വെച്ചിട്ട് ആദിമിനോട് അന്നെല്ലാം തങ്ങമാറ്റി ആദിമികൾ ഒരു വാതിലടക്കാൻ പറഞ്ഞു. വാതിലടച്ചു. അപ്പൊ ഹാദിം എന്താക്കി ഓർത്തേരി ഇങ്ങനെ ഒളിച്ചു കട്ടു നോക്കി. കട്ടു നോക്കിയിട്ട് നമുക്ക് എത്ര അതല്ല അത് മഹാനായ തങ്ങളുടെ എല്ലാത്തിലും 3 ദിവസം പറഞ്ഞ സംഭവം പിന്നാലെ പോയിരുന്ന സംഭവം എന്താണ് സംഭവം അറിയാൻ വേണ്ടി പോകും. ആ ഹാദിൽ നോക്കുമ്പോ ആ കുട്ടിയെ ഹാദിരെ കൊടുക്കുമ്പോ കുട്ടിയോട് മുട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഹാദിരെ കൊടുക്കുമ്പോ ആ കുട്ടിയുടെ വായിലേക്ക് വലിയ വലിയ അഗ്നി അതായത് വലിയ പ്രകാശം ഇങ്ങനെ അന്വേഷിച്ചിട്ട് അതിങ്ങനെ പറയുമ്പോൾ പ്രകാശം ഇങ്ങനെ അടിച്ചിട്ട് എല്ലാം കഴിഞ്ഞതിന് ശേഷം അപ്പോഴേക്ക് കാടിനോട് താഴെ കുട്ടി ബോധശായിട്ട് ഒരു വസ്തു അറിയാത്ത കുട്ടി പിന്നെ എണീച്ചത് നിമിഷക്കവിയായിട്ടാണ്. ഏത് വൈറ്റ് ഓർമ്മ ഏതൊരു വൈത്ത് പാടിയിട്ടാണ് കുട്ടി എണീച്ചത്. പിന്നെ ഇങ്ങനെ മുമ്പേ റാത്തീബുണ്ടില്ലേ, വലിയ റാത്തീബുണ്ട്. അത് നമുക്ക് അനുസരിച്ച് ചേർക്കണം. ഞാനിപ്പോ ഇതാ ബുഹാറയുടെ ഇതിപ്പോ ഇത് മുല്ലാത്താലി തങ്ങളെ ഏത് ഹിസ്ബുല്ലാണ്. ഇതിപ്പോ ഞാൻ ഇവിടെ കൊടുത്തില്ല. കൊടുത്ത നിങ്ങൾക്ക് എല്ലാവർക്കും തരാണെങ്കിൽ കോപ്പി വേണ്ട. 500 കോപ്പിക്ക് 5 ലക്ഷം രൂപ. അവിടെ ഞങ്ങളിത് പൈസ വാങ്ങില്ല. അവിടെ ഇത് ആ കോപ്പിയുടെ അകത്ത് അവിടുത്തെ ഇതും ഇബ്രാഹിം സക്രാം എന്നത് ഉണ്ടാക്കിയത്. ഇത് പച്ചരിച്ച് ആയിട്ട് കോപ്പി ഇറക്കിയത് ഏകദേശം കഴിയാനാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും അതുപോലെ മുപ്പര 21 വാപ്പ എന്റെ വലിയപ്പാക്ക് വേണ്ടി കാസർഗോഡ് വലിയ കാളി അബ്ദുള്ള അനീഫ് ബാങ്കിൽ മുപ്പരൊരു നൂലുണ്ടാക്കി. അത് പച്ച അവിടെ 2 കോപ്പി ഓരോ കൈ കൊണ്ട് എഴുതിയ കോപ്പി തന്നെ ഉള്ളൂ. അത് അച്ചടിച്ച് ഇറക്കിയപ്പോൾ അങ്ങനെ ഒരുപാട് കൃതികളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇവരെ വീട്ടിൽ കുറെ
ഓർമ്മയില്ല. ക്രോഡീകരിച്ച് ഒന്ന് വെളിച്ചം കാട്ടണമെന്ന് ആഗ്രഹമുള്ള സാധിപ്പിച്ച ഇപ്പൊ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ഉള്ളത് ഒപ്പിക്കുക. അതിനുള്ള കാശ് ഞങ്ങൾ തിരിച്ചിട്ട് അവർക്കൊക്കെ വർക്ക് ചെയ്യട്ടെ. ഒരുപാട് നമ്മുടെ കൂട്ടുകാർ, പട്ടേക്കാരുടെ കൂട്ടുകാർ, എന്റെ സഹപ്രവർത്തകർക്കുള്ള സഹപ്രവർത്തകർ പലതും സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളുണ്ട്. അവരുടെ വിഷമാണെന്ന് കൊടുക്കട്ടെ. ഇപ്പോഴും മനസ്സിലായി ഉമ്മാരുടെ അച്ഛനാടി എവിടെയുള്ള ഉമ്മയാണ്. പാപ്പാന്റെ അത് കുറിച്ച് എനിക്ക് ചോറ് കൊടുത്തേക്കണം. കൈ സുഖമില്ലാതെ മോളെ കൊടുത്ത് ഓപ്പറേഷൻ ചെയ്ത് കിടക്കാൻ ഇവിടെ പറയണമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കരയാൻ വിളിക്കാൻ അള്ളാഹുവേ ആ ഉമ്മയുടെ സ്നേഹത്തിന്റെ ആ സ്നേഹം തങ്ങന്മാരോടുള്ള സ്നേഹം അതിന്റെ വർക്കത്തോണ്ട് ആ ഉമ്മയുടെ കയ്യിൽ രോഗശിക്ഷിക്കാൻ അങ്ങനെ ഒരുപാട് ആളുകൾ വായിച്ചു ചെയ്യാൻ എന്റെ ചെലവുകൂടിയില് അമ്മാനിക്കാം സുഖമില്ലാതെ കിടക്കുന്നുണ്ട്. തലയിലൊക്കെ ചെറിയ പറ്റി അള്ളാഹുവിന് ശിവ കൊടുക്കുക. അതുപോലെ ഞങ്ങളെ പൊന്മക്കളുടെ കാര്യമൊക്കെ റാഹത്തിലാക്കണയാണ്. കെട്ടിച്ച പൊന്മക്കളുടെ എന്തെങ്കിലും പ്രയാസങ്ങൾ അതൊക്കെ മാറ്റി കൊടുക്കുകയാണ്. അതുകൊണ്ട് പറയാനുള്ളത് മജീസിൽ ഒരുപാട് കാര്യം ചെയ്യാൻ പറഞ്ഞ് കണ്ണന്മാരെ ഏൽപ്പിക്കുകയാണ്. അതുപോലെ കലാർത്ഥങ്ങൾ ഇവരുടെ ചെറിയ മോൻ നമുക്കൊരു വളരെ പ്രയാസത്തിലാണ്. അള്ളാഹു ശിഫ മൂപ്പര് എന്തായി ഇവത്തുവാങ്ങുന്നത് ഞാൻ ഓതി സനത് വാങ്ങി വന്നപ്പോ ഞാൻ ഇവത്തുവാങ്ങുന്ന ഒരു സംഭവം പറഞ്ഞതാണ്. വാങ്ങി വന്നപ്പോ പട്ടേക്കാട്ടിൽ ഒരു കുട്ടിക്ക് ബ്ലഡ് ക്യാൻസർ ആയിട്ട് എല്ലാവരും കുടുംബങ്ങളൊക്കെ വെച്ച് തെറ്റിക്കൊള്ളിയ നമ്മുടെ അവസ്ഥ. എന്നിട്ട് വളരെ പ്രയാസം. എന്റെ കാസർഗോഡ് വിളിക്കാം. കാസർഗോഡ് സ്ഥലത്ത് ഞാൻ വരുമ്പോൾ ഇവത്തുവാങ്ങളോട് പറഞ്ഞ വിഷയം ക്യാൻസർ ആണ്. എനിക്കല്ല സുഖമാണെന്നത് നീ ഒരു ക്ലാസ് വളർത്തി കാ ക്ലാസ് ഉപ്പിട്ടിട്ട് കൊടുക്കുക. ഞാൻ അവിടെ പോയി കാ ക്ലാസ് ഉപ്പിട്ടിട്ട് പിന്നെ സ്പീഡ് മാനസിക കൊടുത്ത് മാഷാള്ള 33 വർഷമായി 34 വർഷമായി കല്യാണം അതുപോലെ 30 രോഗം അടുത്ത കൊല്ലം നമുക്ക് നേതൃത്വം നൽകാൻ പ്രയാസം ഉറപ്പില്ല. അവർക്ക് നീ നൽകണയാണ്. ആരോഗ്യം നൽകണയാണ്. വാപ്പ പറഞ്ഞത് വാപ്പ പറഞ്ഞ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. നീ അവര് കാണിക്കണേ. അതുപോലെ കോയമ്പത്തൂരുള്ള മക്കളൊക്കെ സദസ്സിലുണ്ട്. കോയമ്പത്തൂരിൽ ഒരുപാട് അതായത് ഒരുപാട് പൊതുവാങ്ങളും ഒരുപാട് ആയിട്ടുള്ള ഒരുപാട് കുട്ടികളില്ലാത്തതാണ്. അതുപോലെ കല്യാണം ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ പൊതുവാങ്ങളും ചോദിക്കും. കോയമ്പത്തൂരുണ്ട് പൊന്നൊക്കെ ശരിയാക്കണം. ചില ഭാഷമാർ അതിനാ എങ്കിലും ശരി അതിന് إنك جامع الناس ليوم لا ريب فيه إن الله لا يخلف كذلك اللهم اجلب إلي فعلا كريما كثيرا بحق بسم الله الرحمن الرحيم ربنا إنك أنا أتكلم الله لا تنسى أن تكتب استغفار الذي صلاة الذي تريد ولا يكون عليك توكيكو ولا يكون عليك അപ്പോൾ പട്ടവത്തോട് രസം പറഞ്ഞു രസമുള്ള തന്നെ ഒരു ചങ്ങായി എട്ടുമാണൊക്കെ പാപ്പക്കാരെയാണ്. അപ്പൊ തങ്ങളത് തമാശക്ക് എഴുതി കൊടുത്തു. അള്ളാഹു എനിക്ക് ഏറ്റവും എഴുതി കൊടുത്തതെന്നാ അള്ളാഹു വെച്ചിട്ടില്ല. ഏറ്റവും സവാദായ കറുത്ത ശക്തിയുള്ള കറുത്തുള്ള എനിക്ക് അടുപ്പിച്ച് അതുപോലെ പിന്നെ 2007 കല്യാണം കഴിച്ചിട്ട് ലോകത്തിൽ അങ്ങനത്തെ ഒരു കഷ്ടം അപ്പൊ തങ്ങളെന്നെ ചോദിച്ചു. തങ്ങൾ ചിരിച്ചിരിക്കുന്നു. എന്തായിരുന്നു അപ്പൊ തങ്ങളോട് അയാൾ പറഞ്ഞ മറുപടി നമ്മൾ പറയും എന്റെ കണ്ണ് തങ്ങളെ കണ്ണിട്ട് വരാൻ. അപ്പോ ചെല്ലേണ്ടത് ചെല്ലിയത് അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. അതുപോലെ മുമ്പൊക്കെ പറഞ്ഞ പോലെ ബിസ്മില്ലാ വബില്ലാ അലല്ലാഹ് ഫലിയതവക്കലിൽ മുഅ്മിനൂൻ അല്ലാഹു ജൽ ഖൈറു ഫീ മുഹ്ലിൻ വഫിനാ ശുറൂറഹും ഹസ്ബിയല്ലാഹു വകഫ സമിയല്ലാഹു ലിമൻ ദഅ ലൈസ വലാഹു മുൻതഹ ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ. അവലോദ റസൂലുള്ളാഹി 5 നേരത്തെ
അതും ഒരു ബോംബ് പോലത്തെ സാധനം. ഇവിടെ തന്നെ ഇജാസത്ത് കൊണ്ട് അതുപോലെ ഇബത്തുള്ളാഹുടെ വാപ്പുണ്ടാക്കിയ റിഫായറാത്തി അതിന്റെ ആ മജ്‌ലിസിന്റെ സന്തോഷകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ തീരൂല. അതുപോലെ സക്രാതങ്ങൾ ഉണ്ടാക്കിയ വലിയ റാത്തിയുമുണ്ട്. അതൊക്കെ ഇനി വെളിച്ചം കാണണം, കാണാനുള്ള തൗഫീഖ് നൽകട്ടെ. അതിനുള്ള പദ്ധതി നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. എല്ലാ വർഷവും പറയും ഉഷാറാക്കണം. പക്ഷേ ഉഷാറാകാൻ എന്തുകൊണ്ട് കഴിയാത്തത് എന്നുള്ളതും പഠിക്കേണ്ടത്. ഭക്ഷണം കുറച്ച് ആളുകൾക്ക് തയ്യാറാക്കിയിട്ടുള്ളൂ. അങ്ങനെ പാക്കറ്റാക്കി കൊണ്ടുവരാതെ ഭാവി ഇവിടെ തന്നെ വെച്ചു കൊടുക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണം ആഗ്രഹിക്കണം. അവസാനിപ്പിച്ചു തരട്ടെ. കൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്റെ ജ്യേഷ്ഠൻ താത്ത അഹമ്മദ് മൗലവി അവർ കഴിഞ്ഞ ഇന്ന് 42-ാം ദിവസമാണ്. അദ്ദേഹം മരിച്ചു. കൊടുക്കട്ടെ, ചെയ്യാത്തുകൾക്ക് മായ്ച്ചു കളയട്ടെ. ദറജ ഉയർത്തി കൊടുക്കട്ടെ. വലിയ പണ്ഡിതനാണ്. പിന്നെ ഭക്ഷണത്തിനുള്ള പൈസ അള്ളാഹു അദ്ദേഹത്തിന് ബർക്കത്ത് ചെയ്യട്ടെ. പിന്നെ കടലൊക്കെ ക്ഷോഭിച്ചെടുക്കാൻ മുമ്പ് തുഫാനത്തെ കണ്ണന്മാരും ഇവരൊക്കെ പോയിട്ട് കൈയിങ്ങനെ കടലിനോട് പറഞ്ഞായിരുന്നെങ്കിൽ എന്തായാലും പഴയ വാപ്പി ഇവരൊക്കെ പറഞ്ഞ ചരിത്രത്തിലുണ്ട്. ഇത്ര കൊല്ലത്തേക്ക് ഞാൻ നോക്കില്ല. എന്റെ ചെറുപ്പത്തിൽ ഞാൻ 4 പഠിക്കുമ്പോൾ വരുന്നത് അന്നൊക്കെ കടൽ എത്ര ദൂരായിരുന്നു. ഇത്ര കൊല്ലത്തേക്ക് ഇങ്ങോട്ട് വരണ്ടാണ് അദ്ദേഹം. ഈ സമയത്ത് പള്ളി ഉണ്ടാക്കിയപ്പോ വലിയൊരു സംഭവം ഉണ്ടല്ലോ, എഞ്ചിനീയർ കടലിൽ കൊണ്ട് സംഭവം. അള്ളാഹു അതിനുള്ള വഴി തുറന്നു കൊടുക്കുമാണ്. കടൽ ക്ഷോഭ അള്ളാഹു അവസാനിപ്പിക്കട്ടെ. കടൽ തൊഴിലാളികൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഹലാലായ മുതൽ. അന്ന് പണ്ടൊക്കെ കടലിലെ ആളുകൾ കന്മാരടുത്തേക്ക് വരും, വന്നിട്ട് തേങ്ങ മന്ത്രിച്ചു കൊടുക്കും. അതായത് പോയാ എത്ര മീനാഴ്ച എല്ലാം അമ്മമാരെ വീട്ടിലേക്ക് എത്ര വരും, എല്ലായിടത്തും മീൻ. വല്ലാത്തൊരു അവസ്ഥ തന്നെയായിരുന്നു. എല്ലാവരും വരും കടലിലേക്ക്. ഇവർക്ക് അതുപോലെ ഒരു ദ്വാരയുടെ ഇതൊക്കെ നോക്കി താപുകളുണ്ട്. ഏതായാലും ശരി, ആ കടലൊക്കെ ക്ഷോഭിച്ചിരിക്കുകയാണ്. അള്ളാഹു ആ കടലുകൾക്ക് ക്ഷോഭ ഒതുക്കി കൊടുക്കുമാണ്. കടലിന് പഴയതുപോലെ തങ്ങമായ പറഞ്ഞ പോലെ ഒരു 25 കൊല്ലത്തേക്ക് പടിഞ്ഞാറോട്ടേക്ക് തന്നെ പോയി അതിനുള്ള അവസ്ഥ അള്ളാഹു നൽകുമാണ്. ബുദ്ധിമുട്ടായിട്ട് കടൽ തൊഴിലാളികൾക്ക് ഇനി പ്രയാസം കൊടുക്കല്ല അല്ലാഹ്. അവരുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ. അതുപോലെ ഒരു മുത്താലിമ് അല്ലേ, അവർ വാഹനപ്പെടുത്തി കുട്ടിയുടെ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ എന്നോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. എല്ലാരും ഞാൻ തങ്ങന്മാരോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ ആ ബുക്ക ആത്മ ഇവരൊക്കെ സുഹൃത്താണ്. അയാള് സ്വജോക്കിന്റെ ആളുമാണ്. അബുദാബിയിൽ പോയി ഡോക്ടർമാരൊക്കെ കൈവിട്ട് ഒക്കെ പോയി എന്നൊക്കെ പറയുന്നിടത്തേക്ക് എത്തി. മാഷാ അല്ലാഹ്. അയാൾ ഞങ്ങളുടെ ഈ മജ്‌ലിസ് ഇതുപോലത്തെ മജ്‌ലിസ് മാറ്റി വെച്ച എല്ലാവർക്കും ദുആ ചെയ്യും. എപ്പോ കടപ്പാട് ഒരു ഭാഗം കഴിഞ്ഞ് അല്ലേ കുറെ സംസാരം തുടങ്ങി. എന്നോട് പറഞ്ഞു ഇന്ന് വരുമെന്ന് പറഞ്ഞു. പക്ഷെ വരാൻ പറ്റില്ല. എന്നാലും അല്ലാഹു അദ്ദേഹത്തിന് ശിഫ കൊടുക്കട്ടെ, ദീർഘായുസ്സ് ആഫിയത്ത് കൊടുക്കട്ടെ, കുടുംബത്തിന് ക്ഷമ നൽകുമാറാകട്ടെ. അതുപോലെ എന്റെ ആത്മസുഹൃത്ത് അഷ്റഫ് കാക്കു എന്തോ ഒരു മാനസികമായ ടെൻഷൻ, അല്ലാഹു പൂർണ്ണ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. അതുപോലെ കേസിൽപ്പെട്ട് കിടക്കുന്ന ആള് ഈ പരിപാടി ദുആ ചെയ്യാൻ കേസിൽ നിന്നൊക്കെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കണേ അല്ലാഹ്. 2 പേർക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് മജ്‌ലിസ് വന്നു. ഞാനിപ്പോ കാര്യം അല്ലാഹു ശിഫ നൽകണേ അല്ലാഹ്.
ആക്കണേ നമ്മുടെ ചില കുട്ടികളുടെ പേരക്കുട്ടികൾ പഠിച്ചോനെ ഞാൻ എപ്പോഴും ഇതാക്കണം ഈ മജ്‌ലിസിന്റെ ഹക്കുകൊണ്ട് ആ മക്കൾക്കൊക്കെ ഹൈറായ ജോലിയും തന്റെ ഇടം നീ നൽകണേ നല്ല തന്റെ ഇടം നൽകി നല്ല രീതിയിൽ അവർക്ക് വഴികളൊക്കെ തുറന്നു കൊടുക്കണേ. ഇന്ന് പെൺകുട്ടികൾക്ക് കല്യാണം കാര്യം വേണ്ടെന്നാ പറയുന്നത്. എവിടുക്കാ പോകുന്ന അറിയില്ല. പെൺകുട്ടികളെ ഒറ്റ വേണ്ടാന്നാ പറയുന്നത്. ചക്കന്മാർക്ക് പെണ്ണിന് കൊടുക്കാൻ അള്ളാഹുവേ ആൺകുട്ടികൾക്ക് യോജിച്ച എണ്ണകളെ നൽകണേ. പെൺകുട്ടികളുടെ മാറ്റ് നല്ല രീതിയിലേക്ക് കൊണ്ടുവന്ന് ഹൈറായ വഴികളൊക്കെ നീ തുറക്കണേ. സാധാത്തുക്കളുണ്ട്. ഇപ്പൊ വന്ന കുട്ടി, ആ കുട്ടിയെ ഞാൻ കുട്ടിയോട് പറഞ്ഞു ഇൻഷാ അല്ലാഹ് ഈ ആ പേരക്കുട്ടിയെ നല്ലൊരു ആലിമായി ആ കുട്ടിയെ നീ ഇവിടെ വളർത്തണേ. നീ വളർത്തണേ. ഇവിടെ ഒരു ഉദവിയുണ്ട്. ഉദവിന്റെ വാപ്പയോട് ചെയ്തവர்கள் ഞാൻ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തങ്ങളുടെ മോനുണ്ട്. അതുപോലെ ഞങ്ങളുടെ പുത്തുതാക്കളെ അളിയന്റെ മോനുണ്ട്. പക്കതങ്ങൾ മോനുണ്ട്. തങ്ങളുണ്ട്. ഇതിന് മുകളിൽ ഉദവിന്റെ വാപ്പയുണ്ട് അല്ലേ? അതുപോലെ കോയമ്പത്തങ്ങളെ മോത്തങ്ങൾ നല്ല കിതാബ് കിട്ടുന്ന ആളാണ്, ഉണ്ടാക്കുന്നതാണ്. അറബികള നല്ല കഴിവുള്ള വ്യക്തിത്വമാണ്. പ്രേമതകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് തീരുന്നൊക്കെ പറഞ്ഞിട്ട് അള്ളാഹു വളർത്തി കൊടുക്കട്ടെ. അവിടെയുള്ള കൃതികളൊക്കെ ഹയാത്താവാനുള്ള വഴികൾ അള്ളാഹു തുറന്നു തരുമാറാകട്ടെ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഒരുപാട് ആളുകൾ ഇനി ആരെങ്കിലും പറഞ്ഞാൽ ഞാൻ മറന്നിട്ടൊന്നുമില്ല. അള്ളാഹു ജോലിയും അദ്ദേഹത്തിന്റെ ഏർപ്പാടിലൊക്കെ ബർക്കത്ത് ചെയ്യുവാനാകട്ടെ. 14 ദിവസം മനപ്പാടാക്കിയ ഹാഫിളാണ്. ആ കുട്ടിക്ക് ഉള്ള മനസ്സിലുള്ള വേദനകളൊക്കെ മാറ്റിയിട്ട് ഈ കുട്ടി നല്ല പാണ്ഡിത്യം കൊടുത്ത് നല്ലൊരു പണ്ഡിതനായ കുട്ടിയെ നീ വളർത്തണേ. ഏറ്റവും ഓടിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും അതുപോലെ ആ മക്കളെ നല്ല പണ്ഡിതന്മാരാക്കി നമ്മുടെ പ്രവാസികൾ പട്ടേക്കാടിലുള്ള പ്രവാസികൾ, അഞ്ചങ്ങാട് എല്ലാ നാട്ടിലുള്ള പ്രവാസികൾ വളരെ പ്രയാസത്തിലാണ്. നിങ്ങൾ വിചാരിക്കുന്നത് ഇപ്പൊ 100 രൂപ മാത്രം വരാൻ കാരണം തന്നെ ആരുടെ കയ്യിലും കാശില്ല. അതിന് വേണ്ടത് ആരുടെ കയ്യിലും കാശില്ല. കാശേട്ടാ ഉണ്ടാകുന്നത് പേർഷ്യയിൽ വളരെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ പ്രയാസങ്ങളാണ്. നിങ്ങൾ ആരും നിസ്സാരമായിട്ട് കാണണ്ട. വളരെ പ്രയാസത്തിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം. അള്ളാഹു എല്ലാ ഹലാക്കിനും നമ്മളെ കാക്കട്ടെ. നമ്മളെല്ലാം അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ ടാർഗറ്റ് ചെയ്തിട്ട് ഇല്ലായ്മ ചെയ്യാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത് അള്ളാഹുക്ക് നല്ല ബുദ്ധി നൽകുമാറാകട്ടെ. വിശ്വസ്ത സ്ഥാപനങ്ങളൊക്കെ, അതായത് ഭരണഘടന സ്ഥാപനങ്ങളൊക്കെ നല്ല രീതിയിൽ അള്ളാഹു വളർത്തിക്കൊടുക്കും. നമുക്ക് ഇതാക്കാൻ പറ്റും. അതുകൊണ്ട് എല്ലാവരും അള്ളാഹുവിലേക്ക് ഖേദിച്ച് മടങ്ങി നല്ല രീതിയിൽ